Ash Creations. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അതാണ് ക്യാബേജ് കട്ട്ലറ്റ്. അപ്പോൾ സാധാരണ നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ് എന്നുള്ളതൊക്കെയാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ക്യാബേജ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. എന്നാലാണ് ഞങ്ങൾ ഇതുപോലെ ഇടുന്ന ഈസി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ 2 ചെറിയ ക്യാരറ്റാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കിനി നമ്മളുടെ ക്യാബേജിലേക്ക് ഇടാം. അടുത്തതായിട്ട് നമ്മളിവിടെ ഒരു 5 or 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 4 ചെറിയ സവോളയാണ് അരിഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ജിഞ്ചറാണ്. അതിനുശേഷം നമ്മൾ കറിവേപ്പില ഒരു 4-5 ചെറുതായിട്ട് പൊട്ടിച്ചിട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഒരു 1/4 കപ്പ് റവയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിവിടെ ചാറ്റ് മസാലയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം തെളിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ നല്ലപോലെ ഈ ക്യാബേജും ഇതിൻ്റെ കൂടെയുള്ള എല്ലാ ചേരുവകളും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ക്യാബേജിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേരുവകളെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ബോൾസ് ആക്കി നമുക്ക് പാനിലിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ നമുക്കിതെല്ലാം കൂടി എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പിയാണ്, കഴിക്കാനും നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.